ഹലോ ഗൈസ്, വെൽക്കം ടു ആ സൺഡേ വ്ളോഗ്. ഇന്നത്തെ സൺഡേ വ്ളോഗ് ഒരു സ്പെഷ്യൽ സൺഡേ വ്ളോഗാണ്. നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ ഓൾറെഡി കണ്ടു കാണുമായിരിക്കും. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ മെമ്പർ വരാൻ പോവാണ്. വേറെ ആരുമല്ല, ഞങ്ങളൊരു പുതിയ സ്കൂട്ടി മേടിക്കാൻ പോവാണ്. ഞങ്ങളുടെ പഴയ സ്കൂട്ടി ആണെങ്കിൽ ഞങ്ങൾ മാക്സിമം ലെവൽ യൂസ് ചെയ്തു, ഇനിയും ഓടത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങളൊരു പുതിയ സ്കൂട്ടി മേടിക്കുക. ഞങ്ങളിവിടെ കുന്നൂർ ഷോറൂമിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ 10:30-ക്കാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രാവിലത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ ചെയ്യുകയാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടച്ചൂറിൽ ഉണ്ടാക്കാനാണ് പ്ലാന്. അങ്ങനെ ഇച്ചായൻ ഉറങ്ങി എണീറ്റു. ഇനിയും ചായ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഓരോ പരിപാടികളെല്ലാം തുടങ്ങാൻ. കുറേ ദിവസമായി ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇച്ചായനാണെങ്കിൽ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇന്ന് രാവിലത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് മാറുന്നതെന്ന്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയ്ക്കത്തെ ലഞ്ചാണെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. വണ്ടി കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടൊക്കെ ഞങ്ങൾ വെളിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളെക്കാട്ടിലും എക്സൈറ്റഡ് എബിമോനാണ്. ഞങ്ങൾ സ്കൂട്ടി എടുക്കാൻ പ്ലാൻ വെച്ചപ്പോൾ തന്നെ ഞങ്ങളിത് ജസ്റ്റ് പോയി കണ്ടു. ഇതിൻ്റെ മോഡലും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പോയി കണ്ടായിരുന്നു. എബിക്കുട്ടനോട് ഇച്ചാനാണെങ്കിൽ പറഞ്ഞു, നമ്മൾ ഈ മോഡൽ വണ്ടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ആരോ ഒരാൾ ഓടിക്കുന്ന കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. ഒരു വട്ടം അവനെ കാണിച്ചതേ ഉള്ളൂ. അവന് നല്ല ഓർമ്മയാണ്. എവിടെ വെച്ച് റോഡിൽ ആ വണ്ടി കാണുമ്പോൾ അവൻ പറയും, നമ്മുടെ വണ്ടിയല്ലേ, നമ്മുടെ പുതിയ വണ്ടിയല്ലേ എന്ന് പറയുമായിരുന്നു അവൻ. എനിക്കാണെങ്കിൽ വണ്ടികളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്നെ എത്ര വട്ടം കാണിച്ചു കഴിഞ്ഞാലും ഞാനാണെങ്കിൽ പിന്നെ ചോദിക്കാതെ ഏതാ വണ്ടിയെന്ന്. അല്ലെങ്കിലും ആമ്പിള്ളേർക്കാണെങ്കിൽ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രേസ് തന്നെയാണല്ലോ. ഇച്ചൂട്ടും പിന്നെ കുഞ്ഞായതുകൊണ്ട് അവനും ഒരു ഐഡിയ ഇല്ല എന്താ ഇവിടെ നടക്കുന്നതെന്ന്. ഇങ്ങനെ കുട്ടികൾ രണ്ടുപേരും എണ്ണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആവാറായി. ചൈൻ ഫിഷ് ടാങ്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കഴിച്ചിട്ട് വേണം റെഡി ആയിട്ട് പോവാൻ. ഞങ്ങൾക്ക് സൺഡേ ആണ് ആകെ ഒരു ഫ്രീ ടൈം കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് സൺഡേ തന്നെ വണ്ടി ഡെലിവറി ചെയ്യണമെന്ന്. സൺഡേ ആക്ച്വലി അവർക്ക് ലീവാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റും കൊണ്ടാണ് അവർ സൺഡേ തുറന്നത്. ഞങ്ങൾ വീക്ക് ഡേയ്സ് ആണെങ്കിൽ ചൂസ് ചെയ്യാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിക്കുട്ടനാണെങ്കിൽ 3:30 വരെ സ്കൂളുണ്ട്. എന്നിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് വേണം പിന്നെ പോയി വണ്ടി എടുക്കാനും. 4:30 ആകുമ്പോൾ ഇച്ചാനും പോകണം. പിന്നെ എല്ലാം ഒരു ഹറിബറി ആകും. സൺഡേ ആകുമ്പം ഒരു ഹറിബറി ഇല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യാം. ഞങ്ങൾ നടന്നാ പോകുന്നത് ഗൈസ്. വണ്ടി എടുക്കാൻ പോണ വഴിക്ക് ഓട്ടോ പിടിക്കണം. അപ്പം അതാവുമ്പം ഇപ്പം സ്കൂട്ടി എടുത്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം സ്കൂട്ടി മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ നമ്മുടെ പഴയ സ്കൂട്ടി അവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടന്നു പോയി ഓട്ടോ പിടിച്ചിട്ട് വേണം പോകാൻ. കിതക്കിയ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോ കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ജോസഫ് കോളേജിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ നിന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ്. ഓട്ടോ ഒന്നും വരുന്ന കാണുന്നില്ല. പിന്നെ ഇച്ചായന് പരിചയമുള്ള ഒരു ഓട്ടോക്കാരെ വിളിച്ചു. പിന്നെ അവർ വന്നപ്പോഴാണ് ഞങ്ങൾ പോയത്. ചൂട്ടനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇവിടേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റു. ഞങ്ങൾ വണ്ടിയുടെ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും സൈനും ഒക്കെ ചെയ്യുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചായൻ പറഞ്ഞു, നീ വണ്ടിയുടെ കീ മേടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇച്ചായൻ മേടിച്ചോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ രണ്ടുപേരും മേടിക്കണ്ട, ഇച്ചുവും എബിക്കുട്ടനും കൂടി മേടിക്കട്ടെ. അങ്ങനെ ഇച്ചുവും എബിക്കുട്ടനും കൂടിയാണ് കീ മേടിച്ചത്. പിന്നെ ഫൈനലി ഞങ്ങൾ സ്കൂട്ടി എടുത്തു. ജുപ്പിറ്റർ ആണ് എടുത്തത്. ഇതും ഗ്രേ കളറാണ് എടുത്തത്. ഈ വണ്ടിയുടെ ആണെങ്കിൽ ഡിക്കി സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 2 ഹെൽമെറ്റും വെക്കാം. ഒരു ഹെൽമെറ്റ് അവർ തന്നെ നമുക്ക് തന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നായിരുന്നു. വണ്ടിയാണെങ്കിൽ ഓടിക്കാനും എല്ലാം നല്ല സ്മൂത്ത് ആണെന്നാണ് ഇച്ചായൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സീറ്റിങ്ങും ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. ഞങ്ങൾക്ക് 4 പേർക്കും അത്യാവശ്യം നല്ലോണം ഇരിക്കാൻ പറ്റും. വണ്ടി എടുത്ത വശം തന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കറങ്ങിയടിച്ച് കിടക്കുകയായിരുന്നു. എബിക്കുട്ടൻ്റെ ഹാപ്പിനെസ് ആണെങ്കിൽ എക്സ്ട്രീം ലെവലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളൊരു സ്ഥലത്തേക്ക് നിർത്തി. എന്നിട്ടാണെങ്കിൽ വീട്ടിലെല്ലാവരെയും വിളിച്ചിട്ടാണെങ്കിൽ പുതിയ സ്കൂട്ടി എല്ലാം കാണിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു, നീ ആണെങ്കിൽ ഒന്ന് സ്കൂട്ടി എടുത്ത് നോക്കുമെന്ന്. എനിക്കാണെങ്കിൽ 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ടച്ച് വിട്ടു പോയിരിക്കുകയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ എടുക്കാൻ നോക്കി. ആദ്യം എടുത്തപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്തായാലും ഇച്ചായൻ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെ ആയാലും ഞാൻ എന്തായാലും ഓടിച്ച് എടുത്തു. ഇച്ചായനാണെങ്കിൽ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് നിർത്തുന്ന്. എവിടെ, ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ആ ഫ്ലൂക്കിലങ്ങ് ഓടിച്ചങ്ങ് പോവായിരുന്നു. എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഓടിച്ചപ്പം. അങ്ങനെ ഇച്ചായൻ പറഞ്ഞു, ഇനി എന്നും സൺഡേ നീ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓടിക്കാൻ പഠിച്ചോളും.
ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഹോട്ടൽ രാമചന്ദ്രയിലാണ് പോയത്. ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. സോ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സ്കൂട്ടി എടുക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇന്ന് ലഞ്ച് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു. ചെന്ന വശം തന്നെ നമുക്കാണെങ്കിൽ ഒരു ചിക്കൻ സൂപ്പ് തരും. അടിപൊളി സൂപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണെങ്കിൽ ആക്ച്വലി കോംപ്ലിമെൻ്ററിയാ. ഫുഡ് ഓർഡർ കൊടുത്തത് ഞാൻ ചിക്കൻ ബിരിയാണിയും ഇച്ചാൻ മട്ടൻ ബിരിയാണിയും ഒരു ചില്ലി ചിക്കൻ ഫ്രൈയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ കൊടുത്തു പിള്ളേർക്ക് വേണ്ടി. ഞങ്ങൾ സ്കൂട്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. എന്താ സമയം ഉണ്ടായിരുന്നു ലഞ്ചിന്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വരുന്നത് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് കുട്ടികൾ ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഓർഡർ കൊടുത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. സോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ ടിൽ ദെൻ ബൈ.